എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മരണവേദന അത് വല്ലാത്ത വേദനയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അതിന്റെ വല്ലാത്ത രംഗം എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? മരിക്കുമ്പോൾ ഈമാനോടുകൂടി മരിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഈ അടുത്ത് ന്യൂസിലാൻഡ് പള്ളിയിൽ ഒരുത്തൻ കയറിയിട്ട് 49 പേരെ എങ്ങാണ്ട് വെടിവെച്ച് കൊന്നു. ഇല്ലേപ്പാ, പത്രത്തിലൊക്കെ വായിച്ചു. ജുമാക്ക് പള്ളി കയറിയിട്ട് 49 പേര് വെടിവെച്ച് കൊന്നു. അസർ നമസ്കാരത്തിന് പള്ളിയിൽ നിൽക്കുമ്പോൾ ഒരാൾ പറഞ്ഞു, 49 പേരെ വളരെ ക്രൂരമായ രീതിയിൽ വെടിവെച്ച് കൊന്നു. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ പറയാ, ഓൻ ഇങ്ങോട്ടൊന്നും വന്നില്ലല്ലോ. ചിന്തിക്കേണ്ടത് അവിടെയാണ്. അങ്ങനെ ശരി, പഴയ പള്ളി നിൽക്കുമ്പോൾ ഒരാൾ വന്നിട്ട് അസർ നമസ്കാരത്തിന് പള്ളി വന്നിട്ട് പറഞ്ഞ 49 പേരെ വളരെ ക്രൂരമായി വെടിവെച്ചു കൊന്നു. വലിയ കാര്യത്തിൽ പറയുമ്പോൾ ഒരാൾ പറഞ്ഞതാ, ഓൻ ഇങ്ങോട്ടെങ്ങും വരാൻ തോന്നിയില്ലല്ലോ. കാരണം എന്ത്? ഇവിടെ കാണാൻ വന്ന് വെടിവെച്ച് വന്നാൽ നമുക്ക് സ്വർഗം കിട്ടും. അതാ ഷഹീദിന്റെ കൂലി. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അതാ മനുഷ്യ, എന്തായാലും ഒരു ദിവസം മരിക്കും. അത് നേരെ ചുവ നല്ലതുപോലെ ഉള്ള നേരത്തെ പോയാൽ അത്രയും നല്ലത്. ഉള്ള നേരത്തെ ഇപ്പൊ എനിക്ക് 2 ദിവസം മുമ്പ് 33 വയസ്സായത്. സ്വർഗത്തിലെ വയസ്സാ. അള്ളാഹു സ്വർഗവാസികളെ പെടുത്തുമാറാകട്ടെ. ഞാൻ ഇപ്പം മരിച്ച 10-15 കൊല്ലം ചെയ്തത് പറഞ്ഞാൽ പോരെ? പ്രായപൂർത്തിയായത് മുതൽ ഇങ്ങോട്ട് ചെയ്ത കണക്ക് പറഞ്ഞാൽ മതി. എന്താ ഇപ്പൊ ഇദ്ദേഹമാണെങ്കിലും എത്ര വയസ്സുണ്ട്? 50. എന്നെക്കാളും കൂടുതലാ. 10-18 കൊല്ലം ഇല്ലേ? നിങ്ങൾ ആലോചിക്കുക. ഇതുപോലെ നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക. അള്ളാഹു നമുക്ക് നല്ല മരണം തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദര, ഈ പരിശുദ്ധമായ മാസത്തിനെ ബഹുമാനിച്ച് മോനെ, 70,000 മലക്കുകൾ അടങ്ങുന്ന ഒരു സൈന്യമാണ്. 70 മുതൽ 70,000 വരെ അള്ളാഹുവിന്റെ മലക്കുകൾ അസ്രായീൽ അലൈഹിസ്സലാമിന്റെ നേതൃത്വത്തിൽ ഇങ്ങോട്ട് ഇറങ്ങി വരും. കാണും നമ്മളൊക്കെ. മലക്കുണ്ടോ? ഇല്ലേ? മലക്കിനെ കാണാത്ത നമ്മളൊക്കെ അന്ന് കാണും. എല്ലാവരും നമ്മുടെ കണ്ണുകൊണ്ട് ഫകസഫിനാ അൻക ഇതാഅക ഫബസറുക അൽയൗമ ഹദീദ്. കാണുമെന്ന് അല്ലാഹുവാണ് പറഞ്ഞത്. അല്ലാഹുവാണ് പറഞ്ഞത് കാണുമെന്ന്. 70,000 മലക്കുകൾ അടങ്ങുന്ന ഒരു സൈന്യവുമായി പടച്ചവനെ മുന്നിലേക്ക് ഇറങ്ങി വരുമ്പോ പിടഞ്ഞ് താഴെ വീഴുകയാണ്. ഓടാൻ വയ്യ, വിളിച്ചു കൂവാൻ വയ്യ, കൈകാലുകൾ അനങ്ങുന്നില്ല. അല്ലാഹുവേ, അവിടുന്ന് കാലിന്റെ തള്ളവിരൽ നിന്ന് പിടിക്കാൻ തുടങ്ങി. മുട്ടുവരെ, അരവരെ, നെഞ്ചുവരെ, കഴുത്തിന്റെ ഭാഗം വരെ ഈ തൊണ്ടക്കുടിയിലേക്ക് റൂഹ് കൊണ്ടുവെക്കുമ്പോ 70,000 എന്റെയും നിങ്ങളുടെയും കയ്യും കാലും പിടിച്ചു വെച്ചു കൊടുക്കും. ആ തൊണ്ടക്കുടിയിൽ നിന്ന് റൂഹ് വലിച്ചെടുക്കുമ്പോ പറയണ്ടേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ട് മരിക്കാൻ കൊതിയുണ്ടോ ഉസ്താദേ? ഓപ്പറേഷൻ തിയേറ്ററിന്റെ അകത്ത് പ്രസവിക്കാൻ കിടന്നപ്പോ വിളിച്ചു കൂവിയ ഉമ്മ, അതൊന്നും ഒരു വേദനയല്ല. അതൊന്നും ഒരു വേദനയല്ല. അതിനെക്കാളും 100 കണക്കിന് മടങ്ങ് വേദനയുള്ള ഒരു വേദന വരാനുണ്ട്. ആ വേദന ഏതെന്നറിയുമോ? കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. അത് മരണത്തിന്റെ വേദനയാ. മുത്തുനബി പോലും വിളിച്ചു പറഞ്ഞു, ആയിഷ, ഇന്ന ലിൽ മൗതി ലസകറാ. മരണത്തിന് വല്ലാത്ത വേദനയാണ് ആയിഷ. മുത്തുനബി പോലും പറഞ്ഞു പോയെങ്കിലും എന്റെ പ്രിയമുള്ളവരെ, പലരും പറയാറുണ്ട്, ഉസ്താദേ, എന്റെ വാപ്പ മരിച്ചത് വെള്ളിയാഴ്ചയാണ്, എന്റെ ഉമ്മ മരിച്ചത് റമദാൻ 27-ാം രാവിലാണ്. കൊണ്ട് നടക്കുന്നവരുണ്ട്. അള്ളാഹു നമ്മുടെ കുടുംബത്തിൽ മരണപ്പെട്ടവരുടെ ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് എൻ്റെ ഉപ്പ മരണപ്പെട്ടത് ഇന്നലെയാ മരണപ്പെട്ടത്. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറിടം സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. 7 കൊല്ലമായി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവരും പറയും, ചിലര് പറയും, ഉസ്താദ്, എൻ്റെ ഉമ്മ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് ഞാൻ കേട്ടു ഉസ്താദ്. എന്നോട് സലാം പറഞ്ഞ് സംസം വെള്ളവും കുടിച്ച് ചിരിച്ചിട്ടാ മരിച്ച്. എന്തോ പറയണേട്ടാ, വിചാരിക്കും ഇയാൾക്ക് സ്വർഗം കിട്ടുമെന്ന്. പാപ്പ വെള്ളിയാഴ്ച മരിച്ച മക്കൾക്ക് സ്വർഗം കിട്ടുമോ?
നിങ്ങൾ പറ, കിട്ടുമോ? നിന്റെ വാപ്പ വെള്ളിയാഴ്ച മരിച്ചാൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടുമോ? ഇല്ല. ആർക്ക് സ്വർഗം കിട്ടും? വാപ്പായ്ക്ക് കിട്ടും. നീ പറഞ്ഞുകൊണ്ട് നടക്കാനേ പറ്റത്തുള്ളൂ. എന്റെ സഹോദര, നീ മരിക്കണം വെള്ളിയാഴ്ച. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മരണം അത് ഏത് സമയത്ത് എവിടെ വന്നിച്ച് വന്നാലും ഒരു ഭയമോ പേടിയോ ഒന്നും വേണ്ട. വിളിച്ചുകുവാനോ കരയാനോ ഒന്നും പാടില്ല. വരുമ്പോ കൂടെ അങ്ങ് പോകണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പോവോ? എവിടെ വെച്ചാണെങ്കിലും. നമുക്ക് കഥ, പണ്ടൊരു മനുഷ്യൻ ഹദീസിന്റെ കിതാബിൽ കാണാം, ഒരാളുടെ റൂഹ് പിടിക്കാൻ വേണ്ടി അസ്രായീൽ അലൈഹിസ്സലാം കടന്നു വന്നു. എന്നിട്ട് ആ മനുഷ്യനോട് പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം പറഞ്ഞു എന്നോട്, നിങ്ങൾക്ക് വല്ല ആഗ്രഹവും ഉണ്ടെങ്കിൽ അത് സാധിച്ചതിന് ശേഷമേ റൂഹ് പിടിക്കാവൂ. ഈ മനുഷ്യൻ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? 40 കൊല്ലമായി അസ്രായീൽ എന്നെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് ഒരാഗ്രഹമില്ല, പിടിച്ചോളാം. എത്ര കൊല്ലം? അടി കൊള്ളുന്നത് ചെണ്ട, പണം വാങ്ങുന്നത് അങ്ങനെ പഴഞ്ചൊല്ലില്ല? എന്താപ്പാ പറ. അടി കൊള്ളുന്ന ചെണ്ട, പണം വാങ്ങുന്നത്. തൊണ്ട പൊട്ടി പറയുന്നവന് പച്ചവെള്ളം, കേൾക്കാവുന്നവർക്ക് ചുക്കാ. ശരി, അള്ളാഹു സ്വർഗത്തിലെ ഹൗദുൽ കൗസർ കുടിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ആ മനുഷ്യൻ പറഞ്ഞത്, 40 കൊല്ലം കൊണ്ട് ഞാൻ നിന്നെ കാത്തിരിക്കാം ഇസ്രായേൽ, എനിക്ക് ഒരാഗ്രഹമില്ല, പിടിച്ചോളാനാ പറഞ്ഞത്. അതാ മരണം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. മരണം കിട്ടും മുൻകൂട്ടി മനസ്സിലാക്കാൻ കഴിയണം സഹോദര. എൻ്റെ പ്രിയമുള്ളവരെ, ബഹുമാനായ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ശംസുൽ ഉലമ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ദറജ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ഞാൻ അവിടുത്തെ മക്കാമിൽ വഅദിന് പോയപ്പോൾ ഒരു ഉസ്താദിനെ പരിചയപ്പെട്ടു. അവിടുന്ന് പരിചയപ്പെട്ടപ്പോൾ എന്നോട് പറയുക, ഞാൻ ഇങ്ങനെ ചോദിച്ചപ്പോൾ പറയുക, മരിക്കുന്നതിൻ്റെ അന്ന് രാത്രി 2 മണിക്ക് ഹോസ്പിറ്റലിൽ ഇരിക്കുക. ഡോക്ടർമാര് വന്ന് പരിശോധിച്ചു. ഞാൻ സംഘടന പറയാന്ന് തോന്നരുത്. രാത്രി 2 മണിക്ക് ഡോക്ടർമാര് വന്ന് പരിശോധന നടത്തിയിട്ട് ഇറങ്ങി പോകുമ്പോൾ ശൈഖുന ഇരുന്ന് ചിരിക്കുകയാണ്. ശംസുൽ ഉലമ ഇരുന്ന് ചിരിച്ചു. അപ്പോ ഈ കൂടെ നിന്ന ഉസ്താദ് ചോദിച്ച്, എന്തിനാ ചിരിക്കണേ? പറഞ്ഞ മറുപടി എന്തെന്നറിയോ? രാവിലെ പോകുന്ന എന്നെ ഇവന്മാര് പരിശോധിച്ചിട്ട് എന്ത് മനസ്സിലായി? രാവിലെ പോകാനിരിക്കുന്ന എന്നെ പരിശോധിച്ചിട്ട് ഇവർക്കിപ്പോ എന്താ മനസ്സിലായത്? കറക്റ്റ് സുബഹിക്ക് ബാങ്ക് വിളിച്ചു. ബാങ്കിന്റെ ജവാബ് പറഞ്ഞു അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് പോയി. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, മുൻകൂട്ടി അത്തിപ്പറ്റ ഉസ്താദ് അറിയല്ലോ, അല്ലാഹുവേ, മരിക്കുന്നതിന്റെ അന്ന് രാവിലെ തന്റെ സ്ഥാപനത്തിന്റെ അവസാനത്തെ വാടകയും കൊടുത്ത് കടവും തീർത്തിട്ടാ പോയ. അവസാനത്തെ കടവും കൊടുത്തിട്ടാ. എന്തിന്? ഇവിടെ എന്റെ പ്രിയപ്പെട്ടവർ, എറണാകുളത്ത് നമുക്കറിയാം വടുതല പടച്ചോന മുസാദ്, നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അല്ലാഹുവേ, തന്റെ ശിഷ്യന്മാരെ മുഴുവനും വിളിച്ചുകൂട്ടി 10 മണിക്ക് യോഗം, കുടുംബയോഗം. തന്റെ ശിഷ്യന്മാര് ഭാര്യയും മക്കളുമായിട്ട് എല്ലാവരും അബ്റാറിൽ വന്നു. ഉസ്താദ് 9 മണിക്ക് പോയി. അല്ലാഹു ഖബറടം സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. ഇതൊക്കെയാ മരണം. മുൻകൂട്ടി മനസ്സിലാക്കിയിട്ട് അങ്ങോട്ട് പോകാം, അതിനുവേണ്ടി ഒരുങ്ങിയിരുന്നിട്ട് പോകാം. അല്ലാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ. ഒരു പേടിയും വേണ്ട. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനിയുള്ള ഈ 2 ദിവസം അല്ലെങ്കിൽ 2-3 ദിവസം, ഈ ദിവസത്തിനെ അല്ലാഹുവേ ജീവിതത്തിൽ ചെയ്തു പോയത് മുഴുവൻ അള്ളാന്റെ മുന്നിൽ ഏറ്റുപറഞ്ഞു നന്നാക്, തൗബ ചെയ്യ്. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാതെ റമളാൻ വന്നിട്ടല്ല ഒരുങ്ങേണ്ടത്, റമളാൻ വന്നിട്ടല്ല ഒരുങ്ങേണ്ടത്, അതിന് മുമ്പ് ഒരുങ്ങണം. ആ പരിശുദ്ധമായ റമളാൻ നമ്മളിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് നമുക്ക് ഒരുങ്ങണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയുകയാണ്, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ വിടന്ന് പറയുകയാണ്, ഹവ്വനല്ലാഹു അലൈഹി സകറാത്തുൽ മൗത്ത്. ഈ മാസത്തിനെ ബഹുമാനിച്ചാൽ, ഈ മാസത്തിനെ ആദരിച്ചാൽ അല്ലാഹു നല്ല മരണം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിപ്പോ നിർത്താറായ 11 മണിയായ? ചുമ്മാ അല്ല, നിർത്താറായ? നിങ്ങൾ പറ, നിർത്തണോ? ഇല്ല, ഇത്തിരി കൂടെ പറയട്ടെ. അല്ലാഹു നമുക്കൊക്കെ, അല്ലാഹു നമ്മളെ ദാരിദ്ര്യത്തിനെ തൊട്ട് അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു ദാരിദ്ര്യത്തെ തൊട്ട് കാത്തിരക്ഷിക്കുമാറാകട്ടെ. 4 കാര്യങ്ങൾ ആരെങ്കിലും തന്റെ ജീവിതത്തിൽ ചെയ്താൽ മരിക്കുന്ന കാലം വരെ ദാരിദ്ര്യം ഉണ്ടാകില്ല. ഒരു പള്ളിയുടെ മുന്നിലും പിരിവിന് പോകണ്ട, ഒരു പണക്കാരന്റെ വീട്ടിലും പിരിവിന് പോകണ്ട. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്ത് ചെയ്താൽ മതി?
എന്ത് ചെയ്താൽ മതി? പറ, എന്ത് ചെയ്താൽ മതി? 4 കാര്യങ്ങൾ ജീവിതത്തിൽ സൂക്ഷിച്ചാൽ മതി. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് സൂക്ഷിക്കൂ. പൈസ ചെലവില്ല, പേടിക്കണ്ട. പൈസയുടെ ചെലവൊന്നുമില്ല. ഇൻഷാ അല്ലാഹ് സൂക്ഷിക്കൂ. വേണ്ടേ വേണ്ടേ ഉറക്ക ഇൻഷാ അല്ലാഹ് പറ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്തിനാ പേടിക്കണം? എന്തിനാ പേടിക്കണേ? ഒരിക്കലും എന്നിട്ട് നോക്ക്, എന്നെ നോക്ക്. എനിക്ക് ഭാര്യയും 2 മക്കളുമുണ്ട്. എനിക്ക് യാതൊരു ടെൻഷനുമില്ല. അള്ളാഹ് എന്നോട് പറഞ്ഞെന്തെന്നറിയോ? സിറാജ്, ഒരേ ഒരു കാര്യം നീ ചെയ്ത നിനക്കും നിന്റെ പെണ്ണും പിള്ളയ്ക്കും മക്കൾക്കും മരിക്കുന്ന കാലം വരെ ഭക്ഷണം തരാന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹ് എന്താ പറഞ്ഞേ? ഒറ്റ കാര്യം ജീവിതത്തിൽ ചെയ്ത മരിക്കുന്ന കാലം വരെ നിനക്കും നിന്റെ പെണ്ണും പിള്ളയ്ക്കും മക്കൾക്കും ആര് ഭക്ഷണം തരും? പറ, ആര് തരും? നീ ജോലിക്ക് പോണ്ട. എന്താ പറഞ്ഞ? അള്ളാഹ് പറഞ്ഞ എന്താ പറഞ്ഞേ? എടാ, ഞാനാടാ റിസ്ക് തരുന്നവൻ, നീ പോണ്ടടാ. ഭക്ഷണം തേടിയിട്ട് നീ നടക്കണ്ട. നിനക്ക് ഭക്ഷണം തരുന്നത് ഞാനാ. മരിക്കുന്ന കാലം വരെ അള്ളാഹു തരുമെന്ന് അള്ളാഹിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എന്ത് ചെയ്താ മതി? പറ, എന്ത് ചെയ്താ മതി? ഒരേ ഒരു കാര്യം ജീവിതത്തിൽ ചെയ്താൽ മതി. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ചെയ്യോ? നിങ്ങൾക്ക് വേണ്ടെങ്കിൽ പിന്നെ എനിക്കും വയ്യ. നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ പിന്നെ എനിക്കെന്താ ആവശ്യം? 4 കാര്യങ്ങൾ ആരെങ്കിലും ജീവിതത്തിൽ ചെയ്ത മരിക്കുന്ന കാലം വരെ അള്ളാഹു അവന് ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അത് വേണോ? അതെങ്കിലും വേണം. 1, നേരെ ഇരിക്കും. നേരെ ഇരുന്ന് നാളെ മുതൽ ഖബറിൽ പോയി റെസ്റ്റ് എടുക്കാം. ഖിയാമത്ത് നാൾ വരെ കൊണ്ട് കടത്തി അവിടെ കടന്നോണം. എഴുന്നേറ്റ് ഓടാൻ വല്ലതും പറ്റുമോ? അത്തായി കൊണ്ട് ഉപ്പായി കൊണ്ട് കിടക്കുന്നത് എത്ര കൊല്ലമായി അവിടെ തന്നെ കിടക്കുക. എൻ്റെ വാപ്പ 7 കൊല്ലം കൊണ്ട് കിടക്കുന്നു. ഇനി എത്ര കാലം കിടക്കേണ്ടി വരും? അള്ളാണ്. ഇനിയിപ്പോൾ ഈസാ നബി വന്ന് 40 കൊല്ലമൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ കിടക്കുക. അവിടെ പോയി റെസ്റ്റ് എടുക്കുക. ഇന്ന് നേരെ ഇരിക്കുക. അതാ നിങ്ങളുടെ വാപ്പായ പോയില്ലേപ്പാ? ഇല്ലേ? വാപ്പയല്ലേ പോയ? അദ്ദേഹത്തിന്റെ ഖബറിടം അല്ലാഹു സ്വർഗ്ഗമാക്കി കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 4 കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ്. ബിസ്ക്കറ്റും ചട്ടങ്കായ കുടിച്ചോ, കുഴപ്പമൊന്നുമില്ല. എങ്കിലും ഇൻഷാ അല്ലാഹ് 1 പറഞ്ഞുതരട്ടെ മനുഷ്യ. സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് എഴുന്നേക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എപ്പോ എഴുന്നേക്കണം? നിങ്ങൾ പറ, കേൾക്കാനുള്ള കൊതി കൊണ്ട്. എപ്പോ എഴുന്നേക്കണം? മഗ്രിബിനോട്. അതാ നീ സുബഹിക്ക് എപ്പോ എഴുന്നേക്കണം? സുബഹിക്ക്. 7 മണിക്ക് എഴുന്നേക്കുന്നില്ലല്ലോ, പിന്നല്ലേ ഇപ്പൊ സുബഹിക്ക് മുമ്പ് എഴുന്നേക്കണം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് നീ എഴുന്നേറ്റ നിനക്ക് അള്ളാഹു ദാരിദ്ര്യം തരില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. 2 ഇങ്ങോട്ട് നോക്ക്. 2 ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഒളുവെടുക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ടാമത് പറഞ്ഞു, ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഒളുവെടുക്കണം. 3 ബാങ്ക് വിളിക്കുന്ന സമയത്ത് നിസ്കാരപ്പായ്ക്കകത്ത് ഉണ്ടാകണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ബാങ്ക് വിളിക്കുമ്പോൾ എവിടെ ഉണ്ടാകണം? ഈ ഇരിക്കണ ആണുങ്ങൾ മുഴുവൻ ഇവിടുത്തെ പള്ളിയിലുണ്ടാകണം. അസ്സലാത്തു ഖൈറും മിനന്നൗം. ഇത് സുബഹിയിൽ വിളിക്കുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള ബാങ്കിലുള്ളതാ. ഇത് കേൾക്കുന്ന നമ്മൾ ആരെങ്കിലും കേൾക്കാറുണ്ടോ? അസ്സലാത്തു ഖൈറും മിനന്നൗം എന്ന് വിളിക്കുമ്പോൾ കേൾക്കാറുണ്ടോ? കഴിഞ്ഞ 27-ാം രാവിനെ കേട്ടതാ. പിന്നെ നബിദിന പരിപാടിക്ക് കുട്ടികൾ വിളിക്കുമ്പോഴാ കേട്ടിട്ടുള്ളേ. അങ്ങനാണല്ലോ ഇപ്പൊ മത്സരത്തിൽ അത് വിളിക്കണം. എന്റെ സഹോദര, സുബഹിക്ക് ബാങ്ക് വിളിക്കുന്ന സമയത്ത് പെണ്ണുങ്ങൾ നിസ്കാരപ്പായിലും ആണുങ്ങൾ പള്ളിക്കകത്തും ഉണ്ടോ? നിനക്കൊരു പ്രശ്നവുമില്ല. അള്ളാഹു നിന്നെ ഏറ്റെടുക്കും. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അല്ലെങ്കിൽ നിങ്ങൾ സംശയമുണ്ടെങ്കിൽ നാളെ രാവിലെ സുബഹിക്ക് പള്ളിയിൽ പോ. സ്ഥിരമായി ബാങ്ക് വിളിക്കുമ്പോൾ ഈ പള്ളിക്കകത്ത് ആരെങ്കിലും ഉണ്ടാകുമെങ്കിൽ ആ വാപ്പാനോട് ചോദിക്കണം, GST ബാധിച്ചോ? വാപ്പ ചോദിക്കുക, എന്താ GST? നോട്ട് നിരോധനം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ? ആ മനുഷ്യന് ഒരു പ്രശ്നവുമില്ല. അള്ളാഹു അദ്ദേഹത്തിന് ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. 4ാമത്തെ കാര്യം, ഇശായി നിസ്കരിച്ചു, വിത്ർ നിസ്കരിച്ചു. ഇശായി നിസ്കരിച്ചു, വിത്ർ നിസ്കരിച്ചു. പിന്നെ ആവശ്യമില്ലാത്തത് പറയാനും കാണാനും കേൾക്കാനും നിൽക്കരുത്. പോയി കിടന്ന് ഉറങ്ങണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്നാ സിമ്പിളായിട്ടുള്ള കാര്യമില്ലേ? അതങ്ങനെയല്ലല്ലോ. പള്ളിയിൽ മഗ്രിബിന് വന്നു, യാസീൻ ഓതി, വാഖിയ ഓതി, ഹദ്ദാദ് ഓതി, ഇശായി നിസ്കരിച്ചു, വീട്ടിൽ പോയി ഭക്ഷണവും കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇത്തിരി നേരം TV യുടെ ഫ്രണ്ടിലിരിക്കും. പിന്നെന്ത് കാര്യമുള്ള
എന്ത് കാര്യമുള്ള സീരിയൽ കാണുന്ന പെണ്ണുങ്ങൾ റൂമിൻ്റെ അകത്ത് കയറിയിട്ട് വാട്സപ്പും യൂട്യൂബും അയ്യും ഇതൊക്കെ അല്ലേ? നേരത്തെ കാലത്തെ കിടന്നുറങ്ങ ചങ്ങാതി. നല്ല കാര്യങ്ങൾ അതിൻ്റെ സദസ്സല്ല, മോശമായ കാര്യങ്ങൾ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരൊറ്റ നമുക്കിനി ഒരു നന്മ കടന്നു വരികയാ. 2 ദിവസം കഴിഞ്ഞാൽ റമളാൻ വരികയാ. ഒരൊറ്റ നല്ല കാര്യം, റമളാൻ നമ്മളിലേക്ക് കടന്നു വരുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മുത്തുനബി അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ അതാ പരിശുദ്ധ റമളാൻ മാസം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ അല്ലാഹുവിന്റെ സർവ്വ അനുഗ്രഹങ്ങളും കൊണ്ട് നിറച്ച റമളാനാണ് കടന്നു വരുന്നത്. 2 മാസം കരഞ്ഞു ദുആ ചെയ്ത റമളാനാണ്. 29 രാവിലെ നിറകണ്ണുകളോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് സ്വന്തം ഉമ്മയുടെ മയ്യത്ത് വീട്ടിൽ നിന്ന് ഇറക്കുന്ന സമയത്ത് കരഞ്ഞതിനേക്കാൾ നെഞ്ചു പൊട്ടി പള്ളിക്കകത്തിരുന്ന് കരഞ്ഞിട്ട് യാത്രയാക്കിയ റമളാൻ ഒരിക്കൽ കൂടെ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരികയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുകയാണ്, നിങ്ങൾ ആരെങ്കിലും അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനെയും കൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ അതിഥികളെ സ്വീകരിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ പരിശുദ്ധമായ റമളാൻ കടന്നു വരികയാണ്. പരിശുദ്ധമായ റമളാൻ കടന്നു വരികയാണ്. സഹോദരാ, നിങ്ങൾ ആ റമളാനിനെ ഒന്ന് സ്വീകരിക്കണേ. ആ റമളാൻ എന്ന് പറയുന്ന അതിഥിയെ സ്വീകരിക്കണേ. നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വിരുന്നിന് വരുന്നു എന്ന് കേട്ട് കഴിഞ്ഞാൽ വീടിന്റെ ബെഡ്റൂം റെഡിയാക്കുന്നു, ബാത്റൂം റെഡിയാക്കുന്നു, അതാ ഹാള് റെഡിയാക്കുന്നു, വീടിന്റെ പരിസരം വൃത്തിയാക്കുന്നു. അല്ലാഹുവിന്റെ പരിശുദ്ധമായ റമളാൻ നമ്മളെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകുന്ന റമളാൻ. ഒരു സുന്നത്തിന് ഒരു ഫർദിന്റെ കൂലി, ഒരു ഫർദിന് 70 ഫർദിന്റെ കൂലി. അല്ലാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ തരുന്ന പരിശുദ്ധമായ റമളാൻ നമ്മളിലേക്ക് കടന്നു വരുമ്പോ ആരാ ഒരുങ്ങിയിരിക്കുന്നത്, ആരാ തയ്യാറെടുത്തിരിക്കുന്നത്? നമ്മുടെ പ്രിയപ്പെട്ട മാതാവുണ്ടല്ലോ, നമ്മുടെ ഉമ്മമാരുണ്ടല്ലോ. റജബ് മാസം വരുമ്പോഴേ വീട് വൃത്തിയാക്കുകയാണ്. പുല്ലുകൾ, വീടിന്റെ വെളിയിൽ കിടക്കുന്ന പുല്ലുകളൊക്കെ പറിച്ചു മാറ്റി അതാ ചിലന്തി മലകളൊക്കെ അടിച്ചു കളഞ്ഞു. ആവശ്യമില്ലാത്തതൊക്കെ എടുത്ത് കത്തിച്ചു കളയുകയാ. എന്തിനാ ഉമ്മ വീട് വൃത്തിയാക്കുന്നത്? മോനെ, റമളാൻ വരുന്നടാ. പക്ഷേ നിങ്ങളിലേ ഇരിക്കുന്ന പെണ്ണുങ്ങളിൽ ആരാണ് പരിശുദ്ധമായ റമളാൻ എന്ന അതിഥിയെ സ്വീകരിക്കുന്നതിന് വേണ്ടി വീടൊരുക്കിയിട്ടുള്ളതാരാണ്? വീടിന്റെ പരിസരം വൃത്തിയാക്കിയിട്ടുള്ളതാരാണ്? മനസ്സും ശരീരവും ശുദ്ധമാക്കിയിട്ടുള്ളതാരാണ്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, 2 ദിവസം കഴിഞ്ഞ് റമളാൻ നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോ ആ റമളാനിനെ സ്വീകരിക്കാൻ നിങ്ങൾ ഒരുങ്ങിക്കോ. 2 മുത്തുനബി പറയുകയാ, നിങ്ങളുടെ വീടിന്റെ വെളിയിൽ ഇറങ്ങിയിട്ട് ആകാശത്തേക്ക് നോക്കണേ. നിങ്ങളുടെ വീടിന്റെ വെളിയിൽ ഇറങ്ങിയിട്ട് ആകാശത്തിലേക്ക് നോക്കണേ. എന്തിനാണെന്നറിയുവോ? നാളെ റമളാനാണോ? നിങ്ങൾ നിലാപിറ നോക്കണേ. പടച്ചവനെ, പിറ കാണുന്നുണ്ടോ തമ്പുരാന്? നാളെ നോമ്പാണോ തമ്പുരാന്? നീ വീടിന്റെ അകത്തിരുന്നിട്ട് ടിവിയിലൂടെയല്ല, മൊബൈലിന്റെ വാട്സപ്പിലൂടെയല്ല, പള്ളിയിൽ വിളിച്ച് പറഞ്ഞിട്ടല്ല നീ കേൾക്കേണ്ടത്. നീ നിന്റെ വീടിന്റെ വെളിയിൽ ഇറങ്ങണം. എന്നിട്ട് ആകാശത്ത് നോക്കണം, എവിടെയെങ്കിലും പിറ കാണുന്നുണ്ടോ? അങ്ങനെ നോക്കിയാൽ അല്ലാഹു തരുന്ന പ്രതിഫലമെന്താ? അങ്ങനെ നോക്കിയാൽ അല്ലാഹു തരുന്ന പ്രതിഫലമെന്താ? 2 മാസം ദുആ ചെയ്ത് കാത്തിരുന്ന പരിശുദ്ധമായ റമളാൻ കടന്നു വരുമ്പോ നീ ഒന്ന് സന്തോഷിച്ചാൽ അല്ലാഹുവിന്റെ റസൂല് പറയുകയോ, നരക
നരകത്തിന്റെ തീയിൽ നിന്ന് അല്ലാഹു നിന്നെ രക്ഷിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. വീടിന്റെ വെളിയിൽ ഇറങ്ങി നിന്നിട്ട് അല്ലാഹുവേ ഞാൻ കാത്തിരുന്ന റമളാൻ വന്നു, സന്തോഷത്തോടെ ആ റമളാനിനെ സ്വീകരിക്കുന്ന മനസ്സോട് നീ നോക്കിക്കഴിഞ്ഞാൽ ഹറമല്ലാഹു ജസദഹു അലന്നിറാ അല്ലാഹു നരകത്തിനിട്ട് നിന്നെ കരിക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ ആ ദിവസം സാധാരണ ദിവസമല്ല. റമളാനിന്റെ ഒന്നാമത്തെ രാവ് അത് സാധാരണ ദിവസമല്ല. ലക്ഷക്കണക്കിന് പേര് നരകത്തിൽ നിന്ന് കരകയറുന്ന ദിവസമാണ്. അല്ലാഹുവേ റമളാനിന്റെ അമ്പിളിപ്പിറ കണ്ടു കഴിയുമ്പോ അല്ലാഹുവിന്റെ ലൗഹും കലമും അർശും കുർശുമല്ല ഈ ലോകത്തുള്ള സർവ്വചരാചരങ്ങളും ഈ സുറയി ലോകത്തുള്ള സർവ്വചരാചരങ്ങളും അവിടുന്ന് വിളിക്കുന്ന ഉമ്മത്ത് മുഹമ്മദ് നബിയുടെ സമുദായത്തെ വിളിച്ചിട്ട് അവിടുന്ന് പറയുകയാ അല്ലാഹുവിന്റെ അനുഗ്രഹം ഇറങ്ങിയിരിക്കുകയാ, പടച്ചവന്റെ റഹ്മത്ത് ഇറങ്ങിയിരിക്കുകയാ. പടച്ചവനെ റഹ്മത്തിന്റെ 10, പാപമോചനത്തിന്റെ 10, സ്വർഗപ്രവേശനത്തിന്റെ 10 ഈ ലോകത്തുള്ള സർവ്വചരാചരങ്ങളും വിളിച്ചു പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ റമളാൻ അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്ന ഒരു വലിയ അനുഗ്രഹമാണ്. അത് ഒരുപാട് പ്രവാചകന്മാര് ആഗ്രഹിച്ചതാണ്. അല്ലാഹു കൊടുക്കാത്ത ഒരു അനുഗ്രഹമാണ്. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് സംസാരിച്ച പ്രവാചകനാണ്. തുരിസീനാ പർവതത്തിന്റെ മുകളിലേക്ക് അതാ മൂസാ നബി തൗറാത്ത് എന്ന് പറയുന്ന കിതാബ് വാങ്ങാൻ കിടന്നു ചെല്ലുമ്പോ മൂസാ നബിയുടെ കയ്യിലേക്ക് തൗറാത്ത് എടുത്തു കൊടുത്തു. ആ കിതാബ് എടുത്ത് കയ്യിൽ കൊടുത്തിട്ട് അല്ലാഹു തൗറാത്തിന്റെ മഹത്വമല്ല പറഞ്ഞത്, പരിശുദ്ധമായ ഖുർആനിന്റെ മഹത്വമാ. അല്ലാഹുവിന്റെ ഖുർആനിന്റെ മഹത്വമാണ്. തൗറാത്ത് എന്ന് പറയുന്ന കിതാബ് എടുത്ത് കയ്യിൽ കൊടുത്തിട്ട് മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു പറഞ്ഞത് ഖുർആനിന്റെ മഹത്വമാണ്. ഈ ഖുർആനിന്റെ മഹത്വം കേട്ടപ്പോ മൂസാ നബി അല്ലാഹുവിനോട് പറഞ്ഞു, പടച്ചവനെ ആ ഖുർആനിലെ ഒരു സൂറത്ത് എനിക്ക് തന്നാ മതി, ഈ കിതാബ് അങ്ങ് തിരിച്ചു തരാം. അതാ ഖുർആനിന്റെ മഹത്വം. അവിടെ നിന്ന് പറയാ ഒരു സൂറത്ത് എനിക്ക് താ തമ്പുരാനെ, ഈ തൗറാത്ത് ഞാൻ അങ്ങ് തിരിച്ചു തരാം. അല്ലാഹു പറഞ്ഞു ഇല്ല, അതില്ല. ഉമ്മത്ത് മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന പ്രവാചകന്റെ ഉമ്മത്തിന് ഞാൻ കൊടുത്തിരിക്കുന്ന 2 പ്രകാശമാണ്. അത് വേറെ ആർക്കും ഞാൻ കൊടുക്കൂല. അത് അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്ന 2 പ്രകാശം, അത് വേറെ ആർക്കും കൊടുക്കൂല. ഒന്ന് നൂറുൽ ഖുർആൻ, അത് ഖുർആനിന്റെ പ്രകാശമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അത് ഖുർആൻ എന്ന് പറയുന്ന പ്രകാശം. 2 നൂറു റമളാൻ എന്ന് പറയുന്ന പ്രകാശമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മൂസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു കൊടുക്കാത്ത ഭാഗ്യമായി എനിക്ക് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിങ്ങൾക്കറിയുമോ? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, റമളാനിന്റെ 1-ാമത്തെ രാത്രി ഞായറാഴ്ച 2 രാത്രികളാണ് നമ്മൾ പരിഗണിക്കാത്തത്. 1 റമളാനിന്റെ 1-ാമത്തെ രാവ്, 2 29-ാം രാവ്. എന്നാൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്നത് ഈ 2 ദിവസമാണ്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഈ ഞായറാഴ്ച സംശയത്തിന്റെ ദിവസമാണ്, തിങ്കളാഴ്ച നോമ്പാണോ? അപ്പൊ എത്ര പേരാ ഞായറാഴ്ച ഈ നാളെ തറാവിയാണോ? ഇന്ന് തറാവിയുണ്ടോ? നാളെ റമളാൻ 1 ആരാ നോക്കുന്നത്? ചുമ്മാ ഇങ്ങനെ നടക്ക, നാളെയാ നോമ്പ്. ഇത്ര തന്നെ. 27-ാം രാവ് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നു റമളാൻ തീർന്നെന്ന്. 29-ാം രാവിലെ തന്നെ എവിടാ? പടച്ചവനെ തുണി വാങ്ങാൻ നടക്കുക, ഇറച്ചി വാങ്ങാൻ നടക്കുക, നാളെ പെരുന്നാളിൽ. സഹോദര, ഈ ദിവസത്തിന്റെ പ്രതിഫലം നിനക്കറിയോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വർഗ്ഗം അല്ലാഹുവിനോട് ദുആ ചെയ്യൂത്രേ. സ്വർഗ്ഗം അല്ലാഹുവിനോട് ഒരു 3 സ്വലാത്ത് സല്ലല്ലാഹു اللهم صل على محمد يا رب صل عليه وسلم. റമളാൻ മാസത്തിന്റെ 1-ാമത്തെ രാവ് കടന്നു വരുമ്പോൾ സ്വർഗ്ഗം അല്ലാഹുവിനോട് ദുആ ചെയ്യും, അല്ലാഹ് എന്റെ വീട്ടിൽ താമസിക്കാനുള്ളവരെ നീ തിരഞ്ഞെടുക്കണേ എന്ന് സ്വർഗ്ഗം ദുആ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സ്വർഗ്ഗമാ ചോദിക്കുന്ന അള്ളാഹിനോട്, എന്റെ വീട്ടിൽ താമസിക്കാനുള്ളവരെ നീ തിരഞ്ഞെടുക്കണ പടച്ചവനെ. സ്വർഗത്തിലെ പെണ്ണുങ്ങളുണ്ടല്ലോ, സ്വർഗത്തിലെ പെണ്ണുങ്ങള് അള്ളാഹുവിനോട് പറയുന്നു, പടച്ചവനെ റബ്ബേ, ഞങ്ങളുടെ ഭർത്താക്കന്മാരെ അള്ളാഹുവേ, ഈ കാണുന്ന ഈ റമളാനിന്റെ ഒന്നാമത്തെ രാവിൽ ഈ റമളാനിനെ സ്വീകരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഇവരെ ഞങ്ങൾക്ക് ഭർത്താക്കന്മാരാക്കി തരണേ എന്ന് സ്വർഗത്തിലെ പെണ്ണുങ്ങൾ ദുആ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇത് ഒന്നാമത്തെ രാവിന്റെ പ്രത്യേകത. സഹോദര, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, റമളാനിന്റെ ഒന്നാമത്തെ രാവിൽ അള്ളാഹു ഈ ഭൂമിയിലേക്ക് നോക്കും, റഹ്മത്തിന്റെ നോട്ടം, അള്ളാഹുവിന്റെ കരുണയുടെ നോട്ടം ഈ ഭൂമിയിലേക്ക് നോക്കും. ആ സമയത്ത് നിങ്ങളൊക്കെ നിസ്കാരപ്പായിൽ ഉണ്ടാകണം. റമളാനിന്റെ ഒന്നാമത്തെ രാവിൽ 7 മണിയാകുമ്പോഴേ പള്ളിക്കകത്ത് പോയിരിക്കണം. 7:30 ഇശാ കഴിഞ്ഞല്ല, മുമ്പേ പള്ളിയിൽ പോയിരിക്കണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആ റമളാൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നു കഴിയുമ്പോൾ, ആ പിറ അങ്ങോട്ട് കണ്ടു കഴിയുമ്പോൾ അള്ളാഹു ഭൂമിയിലേക്ക് ഇങ്ങനെ നോക്കും. ആ നോട്ടം എന്റെയോ നിങ്ങളുടെയോ മുഖത്തേക്കാണ് നോക്കുന്നതെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലം യുഅദ്ദിബുഹു അബദ, പിന്നെ ഒരു കാലത്തും അള്ളാഹു നിന്നെ ശിക്ഷിക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു കാലത്ത് നീ പേടിക്കണ്ട, അള്ളാഹു നിന്നെ ശിക്ഷിക്കൂല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് പരിശുദ്ധമായ റമളാൻ മാസം കടന്നു വരുന്നു. ആ റമളാനിനെ ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും സ്വീകരിക്കണം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ തന്റെ സ്വഹാബാക്കളോട് പറഞ്ഞു, ഖുർആനിലെ ഒരു സൂറത്ത് ഓതാൻ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖുർആനിലെ ഒരു സൂറത്ത് ഓതാൻ. സ്വഹാബികൾ ഓതാൻ തുടങ്ങി, പ്രവാചകൻ കരയാൻ തുടങ്ങി. സഹാബികൾ ഓതാൻ തുടങ്ങി, അല്ലാഹുവിന്റെ റസൂൽ കരയാൻ തുടങ്ങി. പ്രവാചകൻ കരയുന്നത് കണ്ടപ്പോൾ ചില സ്വഹാബത്ത് കരഞ്ഞു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓതി തീർന്നു കഴിഞ്ഞപ്പോൾ ഈ കരയാത്തവരോട് ചോദിച്ചു, നിങ്ങൾ എന്തേ കരയാത്തത്? നബിയെ, ഞങ്ങൾക്ക് കരച്ചിൽ വരുന്നില്ല നബിയെ, ഞങ്ങൾക്ക് കരച്ചിൽ വരുന്നില്ല നബിയെ. റസൂലുള്ള സ്വഹാബികളോട് പറഞ്ഞു, രണ്ടാമതും ഓതാൻ. അവിടുന്ന് രണ്ടാമതും ഓതി. പ്രവാചകനും കരഞ്ഞു, സ്വഹാബികളും കരഞ്ഞു. പിന്നെയും കുറച്ചു സ്വഹാബികൾ കരഞ്ഞില്ല. അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തേ കരയാത്തത്? കരച്ചിൽ വരുന്നില്ല നബിയെ. പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ കരയണം. റസൂലുള്ള പറഞ്ഞു, ഈ സൂറത്ത് ഓതുമ്പോൾ നിങ്ങൾ കരയണം. ഇനി കരച്ചിൽ വരുന്നില്ലയോ, അഭിനയിക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒന്നുകിൽ ഈ സൂറത്ത് ഓതുന്ന സമയത്ത് നിങ്ങൾ കരയണം, കരച്ചിൽ വരുന്നില്ലെങ്കിൽ അഭിനയിക്കണം. ഈ 2 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നീ ചെയ്താൽ അള്ളാഹു നിനക്ക് സ്വർഗം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ചെറിയ സൂറത്ത്, ഈ സൂറത്ത് ഓതുന്ന സമയത്ത് ഒന്നുകിൽ കരയണം, അല്ലെങ്കിൽ അഭിനയിക്കണം. ഏത് ചെയ്താലും സ്വർഗമുണ്ട്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് കരയുകയോ അഭിനയിക്കുകയോ എന്തെങ്കിലും ചെയ്യും, അള്ളാഹു നമുക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് പറഞ്ഞു തരട്ടെ, ആ സൂറത്ത് പറഞ്ഞു തരട്ടെ. വേണോ വേണ്ടേ? വേണോ വേണ്ടേ? ഇൻഷാ അല്ലാഹ് ഓതാന്ന് നിയ്യത്ത് ചെയ്യുന്നവർ കൈവക്ക്. ബക്കറ്റ് പിരിവുണ്ടോ? ഉണ്ട്. ഇൻഷാ അല്ലാഹ് എടുത്തു. എല്ലാരും ഒന്ന് പോക്കറ്റ് കൈയിട്ട്, ആ ഉയർത്തിയ കൈ പോക്കറ്റ് ഇട്. എന്നിട്ടൊരു സദക്ക എടുക്ക്. ലാഭം നിങ്ങൾക്കാ, അള്ളാഹുവിനല്ല, നിങ്ങൾക്കാ നേട്ടം. അസ്സദഖത്തു റദ്ദുൽ ബലാ. ഞാൻ 2 ദിവസം മുമ്പ് കണ്ണിയത്ത് ഉസ്താദിന്റെ കോളേജിൽ വഅദിന് പോകുമ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന അനസ് എന്ന് പറയുന്ന ഒരു കുട്ടി, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന അനസ് എന്ന് പറയുന്ന ഒരു പൊന്നുമോൻ 2 കിഡ്നിയും പോയി. 10ാം ക്ലാസ്സിൽ രക്തം ഛർദ്ദിച്ചു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, 2ഉം പോയി. അള്ളാഹു ആ പൊന്നുമോന് ശിഫ കൊടുക്കുമാറാകട്ടെ. ഉസ്താദ് അവരുകൾ പറഞ്ഞു, തലയ്ക്കകത്ത് ബ്ലഡ് കോട്ടായിട്ട് ഒരേ കിടപ്പ് കിടക്ക ഈ നാട്. ഇവിടെ അടുത്തവിടെ ഒരു ചെറുപ്പക്കാരൻ. എന്റെ പ്രിയമുള്ളവരെ, ക്യാൻസർ എന്ന് പറയുന്ന രോഗം വന്നതിന് ശേഷം നിന്റെ വീട് വിറ്റിട്ട് നീ സദക്ക കൊടുക്കാന്ന് പറഞ്ഞാലും രോഗം മാറുമോ? അല്ലാ, ഞാൻ കോടിക്കണക്കിന് രൂപ തരാം, എന്റെ ക്യാൻസർ മാറ്റി തരണമെന്ന് പറഞ്ഞ മാറണമെന്നില്ല. പക്ഷെ ഇന്ന് നീ ബക്കറ്റിന്റെ അകത്ത് ആ കോടികളൊന്നും കൊടുക്കണ്ട, നിന്റെ കയ്യിൽ എന്തുണ്ടോ നീ ബക്കറ്റിലിട്. അള്ളാഹു നിനക്ക് ആ ഗതി വരുത്തില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. 2 കിഡ്നിയും തകർന്നു പോയാൽ മാറ്റി വെക്കണമെങ്കിൽ 25-30 ലക്ഷമാ മോനെ. ഉണ്ടോ നിന്റെ കയ്യില്? അങ്ങനെ ഒരു ഗതി നിനക്ക് വരാതിരിക്കാൻ ഈ ബക്കറ്റിന്റെ അകത്ത് അൽഹംദുലില്ലാ നല്ല ലക്ഷ്യത്തോടു കൂടിയ കഴിഞ്ഞ വർഷം 10 പവൻ സ്വർണം കൊടുത്തൊരു പൊന്നുമോക്ക് ജീവിതം
ഉണ്ടാക്കി കൊടുത്തവരാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ. എല്ലാവരും കൈയിട്ടൊരു സദക്ക എടുത്തോ. എന്തെങ്കിലും ഉണ്ടോ നോക്കിക്കേ. വെച്ച പൈസ അവിടെ ഉണ്ടോന്നെങ്കിലും നോക്ക്. അള്ളാഹുവേ, ഈ സദക്ക കൊടുക്കുന്നവർക്ക് നീ നല്ല മരണം കൊടുക്കണേ തമ്പുരാനെ, നീ നല്ല മരണം കൊടുക്കണേ തമ്പുരാനെ. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് സീരിയൽ കണ്ടിട്ട് കരയുന്ന, മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയിലിരുന്ന് സീരിയലിന്റെ ടിവിയുടെ ഫ്രണ്ടിലിരുന്ന് കരയുന്ന ഉമ്മ, ഇനി അവിടെ ഇരുന്ന് കരയണ്ട, ഇനി നീ അവിടെ ഇരുന്ന് കരയണ്ട. പരിശുദ്ധമായ ഖുർആനിലെ ഈ സൂറത്തൂതിയിട്ട് കരയണേ, ഈ സൂറത്തൂതിയിട്ട് കരയണേ. കരച്ചിൽ വരുന്നില്ലെങ്കിൽ നിങ്ങൾ അഭിനയിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ ഓതാ തയ്യാറാണോ? അല്ലാഹുവേ, ഈ സൂറത്ത് ഓതാ നിയത്ത് ചെയ്യുന്നവർ അവരുടെ ആഖിബത്ത് നന്നാക്കണേ അല്ലാ. ഇവർക്ക് നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവര് മനസ്സറിഞ്ഞിട്ടൊരു സദക്ക കൊടുത്തു. അല്ലാഹുവേ, ഈ സദക്ക കൊടുക്കുന്നവരെ അറുത്തു മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് നീ കാത്തി രക്ഷിക്കണേ അല്ലാ. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ.